മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രക്കിയ ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 3.5 മാസം മാത്രം പ്രായമുള്ള പാനൂർ പുത്തൂർ സ്വദേശിയായ കുഞ്ഞിന്റെ ജീവൻ ബ്രോങ്കോസ്കോപ്പിയിലൂടെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ രക്ഷിച്ചെടുത്തു. ആസ്റ്റർ മിംസിലെ പൾമോണജി വിഭാഗം ഡോക്ടർമാരാണ് സങ്കീർണ ശസ്ത്രക്രിയ ഒഴിവാക്കി നൂതന രീതി തെരഞ്ഞെടുത്തത്. സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയയില്ലാതെ അതിജീവിക്കുവാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമോണജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ആദ്യമായി ചികിത്സ തേടിയെത്തിയത്. വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് 1 മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു. തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യുവാനും സാധിച്ചു. എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസതടസ്സവും ശ്വസിക്കുമ്പോൾ കുറുകലും ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് നീല നിറമാവുന്നതും മാതാവ് ശ്രദ്ധിച്ചു. ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീണ്ടും കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചത്. വിശദ പരിശോധനയിൽ ശ്വാസനാളം ചുരുങ്ങിയതായി മനസ്സിലാക്കി. ന്യൂമോണിയയുടെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ഇത്. അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ശസ്ത്രക്രിയയാണ് പ്രധാന മാർഗം. എന്നാൽ 3 മാസം മാത്രം പ്രായമുള്ളതിനാൽ ശസ്ത്രക്രിയ ഒഴിവാക്കി ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ പൾമോണജി വിഭാഗം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യുവാൻ സാധിച്ചുവെന്ന് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ പറഞ്ഞു. ഈ കുട്ടിയെ മാനേജ് ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാരം കുറവാണ്. അയാളൊരു പ്രീറ്റമായിട്ട് ജനിച്ച കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ, താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഒരു ഇന്റർവെൻഷൻ പൾമോണോളജി, സർജറി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യാതെ എങ്ങനെ കുട്ടിയെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അവിനാശ് മുരുകൻ അതുപോലെ ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണനുമായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ബാക്കി നമ്മൾ ഇതുപോലെയുള്ള ഇന്റർവെൻഷൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരികയും ചെയ്തത്. ബാക്കി ഇന്റർവെൻഷന് ശേഷം കുട്ടിയെ നമുക്കിപ്പോൾ തിരിച്ച് വീണ്ടും OP-യിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ലക്ഷണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇന്റർവെൻഷണൽ പൾമോണജി വിഭാഗം ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, തൊറാസിക് സർജറി വിഭാഗം ഡോക്ടർ ദിൻരാജ്, നിയോനറ്റോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ്, ENT വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ട്രക്കിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ ശ്രീജിത്ത് MO, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, ഡോക്ടർ ദിൻരാജ്, ഡോക്ടർ ഗോകുൽദാസ്, ആസ്റ്റർ മിംസ് AGM ഓപ്പറേഷൻസ് വിവിൻ ജോർജ്, ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.